ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളെയും കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. കേരളത്തിലാകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18. കേരളത്തിലാകെ 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 4 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1950-ലാണ്. അതിനു മുമ്പ് ഇത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതാണ് പിന്നീട് 1950-ൽ പെരിയാർ വന്യജീവി സങ്കേതമായി മാറിയത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും. കേരളത്തിലെ ആദ്യത്തെ കടുവ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ വന്യജീവി സങ്കേതം കൂടെയാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ വന്യജീവി സങ്കേതം ആണ് പെരിയാർ വന്യജീവി സങ്കേതം. എന്നാൽ ഇന്ത്യയിലെ നോക്കുമ്പോൾ ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1978. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 1978-ലാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 1982-ലാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 1982-ലാണ്. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷം ഏതാണ്? 1992. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷം 1992-ആണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗം പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി. പെരിയാർ വന്യജീവി സങ്കേതം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാണ്. 1934-ലാണ് ഇത് ആരംഭിച്ചത്. 1934-ൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. 1934-ൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? തേക്കടി വന്യജീവി സങ്കേതം. അപ്പോൾ തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ ഏത് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? പീരുമേട് താലൂക്ക്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ശബരിമല ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്? പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്. പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലായിട്ടാണ്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട്. അതേതാണ്? മംഗളാദേവി ക്ഷേത്രം. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എത്രയാണ്? 777 ചതുരശ്ര കിലോമീറ്റർ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്ററാണ്. 2018-ൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തിരഞ്ഞെടുത്ത കേരളത്തിലെ കടുവാ സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. 2018-ൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തിരഞ്ഞെടുത്ത കേരളത്തിലെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവാണ്. 2018-ൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ്. 2018-ൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ്.
കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും മുത്തങ്ങ വന്യജീവി സങ്കേതം തന്നെയാണ്. അപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മുത്തങ്ങ അഥവാ വയനാട് വന്യജീവി സങ്കേതമാണ്. ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം അഥവാ വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? 1973. ഇപ്പോൾ മുത്തങ്ങ അഥവാ വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973 നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം മുത്തങ്ങ അഥവാ വയനാട് വന്യജീവി സങ്കേതമാണ്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം മുത്തങ്ങ അഥവാ വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷം 1992. വയനാട് വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷം 1992. കർണാടകയിലെ നാഗർഹോള, ബന്ദിപ്പൂർ, അതുപോലെ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയ ഉദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതം. കർണാടകയിലെ നാഗർഹോള, ബന്ദിപ്പൂർ, അതുപോലെ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയ ഉദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഏതാണ്? പറമ്പിക്കുളം. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാറാണെന്ന് നമ്മൾ പഠിച്ചു. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളമാണ്. പറമ്പിക്കുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1973. പറമ്പിക്കുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1973. പറമ്പിക്കുളം ഇന്ത്യയിലെ എത്രാമത്തെ ടൈഗർ റിസർവാണ്? 38. പെരിയാർ ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവാണെങ്കിൽ പറമ്പിക്കുളം ഇന്ത്യയിലെ 38ാമത്തെ ടൈഗർ റിസർവാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മുതലമട ഗ്രാമപഞ്ചായത്ത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് മുതലമട ഗ്രാമപഞ്ചായത്താണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തുണക്കടവ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം തുണക്കടവാണ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് അതുവഴി മാത്രമേ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ പറമ്പിക്കുളത്ത് കാണുന്ന തവള ഇനം ഏതാണ്? പറമ്പിക്കുളം വാട്ടർ ഫ്രോഗ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ പറമ്പിക്കുളത്ത് കാണുന്ന തവള ഇനം പറമ്പിക്കുളം വാട്ടർ ഫ്രോഗാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി. 1984 ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചെന്തുരുണിയാണ്. ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂറ്റ ട്രാവൻകൂറിക്ക. ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂറ്റ ട്രാവൻകൂറിക്ക എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ചെന്തുരുണിയാണ്. 2012
ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ തുമ്പികളുടെ കണക്കെടുപ്പ് നടന്നത്? ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനം. ചെന്തുരുണി വന്യജീവി സങ്കേതം കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാറാണ്. നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1958 സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതം. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതം. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാറാണ്. നെയ്യാർ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപിലാണ്. നെയ്യാർ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്കാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക്. ഇത് ആരംഭിച്ച 1984 ഇന്ത്യയിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്കും അതുപോലെ ഏഷ്യയിലെ രണ്ടാമത്തെ ലയൺ സഫാരി പാർക്കുമാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക്. ഇന്ത്യയിൽ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ചിന്നാർ. ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതമാണ്. വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാറാണ്. വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗർ മുതലകളെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗർ മുതലകളെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാറാണ്. കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ചിന്നാർ. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏതാണ്? കുറിഞ്ഞിമല സാങ്ച്വറി. ഇടുക്കി ജില്ലയിൽ 2006 കുറിഞ്ഞിമല സാങ്ച്വറി നിലവിൽ വന്നത്. കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക ഇനം സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞി. കുറിഞ്ഞിമല ഉദ്യാനത്തിൽ കാണപ്പെടുന്ന പ്രത്യേക ഇനം സസ്യം നീലക്കുറിഞ്ഞിയാണ്. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ്? നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞിയാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. ഇന്ത്യൻ തപാൽ വകുപ്പ് നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2006. ഇന്ത്യൻ തപാൽ വകുപ്പ് നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. 2023 സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം വകുപ്പ് പ്രഖ്യാപിച്ച സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞി. 2023 സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം വകുപ്പ് പ്രഖ്യാപിച്ച സസ്യം നീലക്കുറിഞ്ഞിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ്? തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത് തെന്മലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹണിബി ഫ്ലോറ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാവേലിക്കര. കേരളത്തിലെ ആദ്യത്തെ ഹണിബി ഫ്ലോറ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984 കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. ആറളം വന്യജീവി സങ്കേതത്തിൽ
പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടനും നാൽവരയൻ നീലിയും. ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങൾ ഏതൊക്കെയാണ്? സഹ്യാദ്രി തവിടൻ, നാൽവരയൻ നീലി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ആറളമാണ്. കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം. മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. 2020 കരിമ്പുഴ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിലെ എത്രാമത്തെ വന്യജീവി സങ്കേതമാണ്? 18. കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. അതുപോലെ കേരളത്തിലെ അവസാനം നിലവിൽ വന്ന വന്യജീവി സങ്കേതവും കരിമ്പുഴയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം തവള ഏതാണ്? പന്നിമൂക്കൻ തവള. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം തവളയാണ് പന്നിമൂക്കൻ തവള. ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരത്താണ്. തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരത്താണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പൈനാവ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവാണ്. തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ്? അഗസ്ത്യമല. തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ്. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കക്കയം അല്ലെങ്കിൽ മലബാർ വന്യജീവി സങ്കേതം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കക്കയം അഥവാ മലബാർ വന്യജീവി സങ്കേതമാണ്. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കക്കയമാണ്. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കക്കയമാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളികുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. 2007 നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളികുന്ന് കമ്മ്യൂണിറ്റി റിസർവാണ്. കേരളത്തിലെ സംരക്ഷിത വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബഫർ സോണിലെ ജനവാസ മേഖലകളിൽ പരിശോധന നടത്താനായി പുറത്തിറക്കിയ മാപ്പ് ഏതാണ്? അസറ്റ് മാപ്പർ. കേരളത്തിലെ സംരക്ഷിത വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബഫർ സോണിലെ ജനവാസ മേഖലകളിൽ പരിശോധന നടത്താനായി പുറത്തിറക്കിയ മാപ്പാണ് അസറ്റ് മാപ്പർ. ഇന്ത്യയിൽ ആദ്യമായി നെൽവയൽ, കുളം, കാവ്, കണ്ടൽക്കാട് എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശധനം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഗ്രീൻ റോയൽറ്റി പദ്ധതി. ഈ പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി നെൽവയൽ, കുളം, കാവ്, കണ്ടൽക്കാട് എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശധനം നൽകുന്നതിന് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ റോയൽറ്റി പദ്ധതി. കേരളത്തിലെ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ. കേരളത്തിലെ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ കോട്ടൂർ. കേരളത്തിൽ നിലവിൽ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എന്ന സ്ഥലത്താണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? പ്രധാനമായും 2 ആന പരിശീലന കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത്. പത്തനംതിട്ടയിലെ കോന്നിയും എറണാകുളത്തെ കോടനാടും. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയും എറണാകുളം ജില്ലയിലെ കോടനാടുമാണ്. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഏതാണ്? ഗവി മ്യൂസിയം. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയമാണ്. പ്രശസ്തമായ ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ. പ്രശസ്തമായ ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത്
പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ്. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? ഐതിഹ്യമാല. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഐതിഹ്യമാലയാണ്. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ആനയിറങ്ങൽ ചിന്നക്കനാൽ. ഇത് മൂന്നാറിലാണ്. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ആനയിറങ്ങൽ ചിന്നക്കനാലിലാണ്. ഇത് മൂന്നാറിലാണ്. ആനമുടി, പെരിയാർ എന്നീ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി. ആനമുടി, പെരിയാർ എന്നീ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട്. ഈ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷിസങ്കേതം. 1983 തട്ടേക്കാട് പക്ഷിസങ്കേതം നിലവിൽ വന്നത്. സലീം അലി പക്ഷിസങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷിസങ്കേതം. സലീം അലി പക്ഷിസങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം തട്ടേക്കാടാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ 12. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഏതാണ്? മംഗളവനം പക്ഷിസങ്കേതം. എറണാകുളം ജില്ലയിലെ മംഗളവനം പക്ഷിസങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷിസങ്കേതം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം പക്ഷിസങ്കേതമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷിസങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനം പക്ഷിസങ്കേതമാണ്. കേരള ഹൈക്കോടതിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം ഏതാണ്? മംഗളവനം പക്ഷിസങ്കേതം. കേരള ഹൈക്കോടതിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം മംഗളവനം പക്ഷിസങ്കേതമാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏതാണ്? മംഗളവനം പക്ഷിസങ്കേതം. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം മംഗളവനമാണ്. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകളെ കണ്ടുവരുന്ന പക്ഷിസങ്കേതം ഏതാണ്? മംഗളവനം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകളെ കണ്ടുവരുന്ന പക്ഷിസങ്കേതം മംഗളവനമാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ്, വേമ്പനാട് പക്ഷിസങ്കേതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏതാണ്? കുമരകം പക്ഷിസങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ്, വേമ്പനാട് പക്ഷിസങ്കേതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം കുമരകം പക്ഷിസങ്കേതമാണ്. കുമരകം പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കവനാർ. കുമരകം പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവനാറാണ്. കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോട്ടയം. കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷിസങ്കേതം ഏതാണ്? കുമരകം പക്ഷിസങ്കേതം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷിസങ്കേതം കുമരകം പക്ഷിസങ്കേതമാണ്. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏതാണ്? കുമരകം പക്ഷിസങ്കേതം. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം കുമരകം പക്ഷിസങ്കേതമാണ്. കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ്? വേമ്പനാട്ട് കായൽ. കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏതാണ്? കടലുണ്ടി പക്ഷിസങ്കേതം. മലപ്പുറം ജില്ലയിലെ കടലുണ്ടി പക്ഷിസങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം. ഹരിപ്പ പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. ഹരിപ്പ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ നൂറനാട്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. പ്രസിദ്ധമായ പക്ഷിസങ്കേതമായ പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. പ്രസിദ്ധ പക്ഷിസങ്കേതമായ പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ചുളന്നൂർ. പാലക്കാട് ജില്ലയിലെ ചുളന്നൂരാണ് മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ്? ചുളന്നൂർ. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം ചുളന്നൂറാണ്.
കെ നീലകണ്ഠൻ സ്മാരക പശുസങ്കേതം എന്നറിയപ്പെടുന്ന പശുസങ്കേതം ഏതാണ്? ചുളന്നൂർ പശുസങ്കേതം. കെ നീലകണ്ഠൻ സ്മാരക പശുസങ്കേതം എന്നറിയപ്പെടുന്ന പശുസങ്കേതം ചുളന്നൂർ പശുസങ്കേതമാണ്. കേരളത്തിൽ മയിലിൻ്റെ പ്രധാന ആവാസ കേന്ദ്രം എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ചുളന്നൂർ. കേരളത്തിൽ മയിലുകളുടെ പ്രധാന ആവാസ കേന്ദ്രം പാലക്കാട് ജില്ലയിലെ ചുളന്നൂറാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കെ നീലകണ്ഠൻ. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് കെ നീലകണ്ഠനാണ്. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കൂടി നോക്കാം. നെയ്യാർ, പേപ്പാറ എന്നീ വന്യജീവി സങ്കേതങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. പെരിയാർ, ചിന്നാർ, ഇടുക്കി, കുറിഞ്ഞിമല എന്നീ വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കി ജില്ലയിലാണ്. തട്ടേക്കാട് വന്യജീവി സങ്കേതവും ആണ്, അതുപോലെ അത് പശു സങ്കേതവുമാണ്. അത് എറണാകുളം ജില്ലയിലാണ്. തട്ടേക്കാടും മംഗളവനവും എറണാകുളം ജില്ലയിലാണ്. ചിമ്മിനി, പീച്ചി വാഴാനി എന്നിവ തൃശ്ശൂർ ജില്ലയിലാണ്. പറമ്പിക്കുളം, ചുളന്നൂർ എന്നിവ പാലക്കാട് ജില്ലയിലാണ്. മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിലാണ്. വയനാട് വന്യജീവി സങ്കേതം അഥവാ മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. ആറളവും കൊട്ടിയൂരും കണ്ണൂരാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ്. അവസാനം ആയി രൂപീകൃതമായ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. 18ാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. 2020 കരിമ്പുഴ വന്യജീവി സങ്കേതമായി മാറിയത്. അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ്? 5. കേരളത്തിൽ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 5 എന്നാണ് PSCയുടെ ഉത്തര സൂചികയിൽ ഇപ്പോഴുമുള്ളത്. എന്നാൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 6 ദേശീയ ഉദ്യാനങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുക. PSCയുടെ ഉത്തര സൂചികയിൽ 5 ഉള്ളതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. അതുപോലെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 6 ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ. ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1975. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1975 ആണ്. ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1978 ആണ്. ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1978 ആണ്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. നീലഗിരിത്താൾ എന്നറിയപ്പെടുന്നത് വരയാടാണ്. നീലഗിരിത്താൾ എന്നറിയപ്പെടുന്നത് വരയാടാണ്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. കേരളത്തിലെ ആദ്യ ഫെർണേറിയം നിലവിൽ വന്നത് എവിടെയാണ്? ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ. കേരളത്തിലെ ആദ്യ ഫെർണേറിയം നിലവിൽ വന്നത് ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി ഏത് ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടം ഏതാണ്? ലക്കം വെള്ളച്ചാട്ടം. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടമാണ് ലക്കം വെള്ളച്ചാട്ടം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഇരവികുളം ദേശീയ ഉദ്യാനമാണ്.
പെരിയാർ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിലാണ്. പെരിയാർ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനമാണ്. കേരളത്തിലെ നിത്യഹരിത വനം, കേരളത്തിലെ ഏക കന്യാവനം എന്നെല്ലാം അറിയപ്പെടുന്നത് സൈലൻറ്റ് വാലിയാണ്. കേരളത്തിലെ നിത്യഹരിത വനം, കേരളത്തിലെ ഏക കന്യാവനം എന്നെല്ലാം അറിയപ്പെടുന്നത് സൈലൻറ്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ്. സൈലൻറ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1914. സൈലൻറ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914 സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984. സൈലൻറ്റ് വാലിയെ 1984 ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയായിരുന്നു. സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. എന്നാൽ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, നമുക്കറിയാം ഇന്ദിരാഗാന്ധി 1984 വെടിയേറ്റ് മരിച്ചത്. അപ്പോൾ അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. അപ്പോൾ 1985 സെപ്റ്റംബർ 7 സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. സൈലൻറ്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2007. സൈലൻറ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം സൈലൻറ്റ് വാലിയാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക സിലനസ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക സിലനസ് എന്നാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണമെന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യം. സൈലൻറ്റ് വാലിയിലെ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് അവിടെ സിംഹവാലൻ കുരങ്ങുകളെ കൂടുതലായി കാണപ്പെടാൻ കാരണം. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? കുലിനിയ എക്സാറില്ലാറ്റ. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുലിനിയ എക്സാറില്ലാറ്റ എന്നാണ്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനത്തിന് ആ പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഉദ്യാനത്തിന് സൈലൻറ്റ് വാലി എന്ന പേര് ലഭിച്ചത്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനത്തിന് സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് റൈറ്റ് എന്നാണ്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനത്തിന് ആ പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ആണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ്. എന്നാൽ സൈലൻറ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയുമാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ചോദിച്ചാൽ കുന്തിപ്പുഴയാണ്. എന്നാൽ സൈലൻറ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയാണ്. സൈലൻറ്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷി ഏതാണ്? ബ്ലാക്ക് ബുൾബുൾ. സൈലൻറ്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷിയാണ് ബ്ലാക്ക് ബുൾബുൾ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ ഉദ്യാനം സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലിയെ മഹാഭാരതത്തിൽ ഏത് പേരിലാണ് പരാമർശിച്ചിരുന്നത്? സൈരന്ധ്രി വനം. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ പരാമർശിച്ചിരുന്നത് സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇരുളർ, കുറുമ്പർ. സൈലൻറ്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളർ, കുറുമ്പർ. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിനെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2009. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിനെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയ വർഷം 2009. സൈലൻറ്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനം ഏതാണ്? മുക്കുറുത്തി.
സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനമാണ് മുക്കുറുത്തി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടുംചോല. ഇടുക്കി ജില്ലയിലെ പാമ്പാടുംചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല എന്നീ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി. ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല എന്നീ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ്? തൂവാനം വെള്ളച്ചാട്ടം. ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ആനമുടിച്ചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ദേവികുളം താലൂക്ക്. ആനമുടിച്ചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. മതികെട്ടാൻചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉടുമ്പൻചോല. മതികെട്ടാൻചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ്. മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ്? കാട്ടുമല. മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമലയാണ്. മതികെട്ടാൻചോലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഉച്ചിൽകുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. മതികെട്ടാൻചോലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽകുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ എന്നിവ. മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല എന്നിവയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2003. മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല എന്നിവയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 2003 കേരളത്തിൽ 7ാമതായി പരിഗണിച്ചിരിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കരിമ്പുഴ. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയാണ് കേരളത്തിലെ 7ാമതായി പരിഗണിച്ചിരിക്കുന്ന ദേശീയ ഉദ്യാനം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.